ആദ്യം അങ്ങോട്ട് വരുമ്പോ ഒരു മുടി പോലും ഉണ്ടായിരുന്നില്ല. ഒരു മുടിയില്ല. അവര് ചോദിച്ചു ഈ തലയിൽ ഒരു മുടിയെങ്കിലും എനിക്ക് വരുത്തി തരുമെന്നാണ് ചോദിച്ചത്. ഒരു മുടിയെങ്കിലും വരുത്തി തരുമോ എന്ന് ചോദിച്ച തലയാണ് ഈ കാണുന്നത്. ഇപ്പൊ പിന്നി വെക്കാൻ പറ്റും. അങ്ങനെ ഇവിടൊക്കെ ബാക്കിലൊക്കെ നല്ല പോയായിരുന്നു, മൊത്തം പോയായിരുന്നു. ഇവിടെ വരുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇത് അഞ്ചനക്കല്ല്, ഇത് പച്ചക്കർപ്പൂരം, പിന്നെ ഇത് ത്രിഫല. താടി, പുരികൻ, മീശ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാളുടെ ഐഡന്റിറ്റിയാ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മരുന്ന് ഉണ്ടാക്കുന്നത് കാണാം. വരും. ഇതിപ്പോ നമ്മൾ മരുന്ന് ഒഴിച്ചു, അത് ചേർത്തിട്ട് ഇനി കഷായമാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ആറാം തമ്പുരാൻ സിനിമ, നമ്മള് ആറാം തമ്പുരാൻ സിനിമ കണ്ടായിരുന്നല്ലോ. എന്തായാലും ഒരു സമാധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ഡോക്ടറെ കണ്ട സമയത്ത് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഒത്തിരി പ്രശ്നമുള്ള ഒരു സംഭവമാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് നല്ല പരിഹാരം ഇവിടെ ഉള്ളത്. മാത്രമല്ല ഇപ്പം ഇവിടെ വരേണ്ടത് എങ്ങനെയാ? നമസ്കാരം. നമസ്കാരം. ഇത് പാലക്കാട് ജില്ലയിൽ വാവനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തൃശ്ശൂർ മലപ്പുറം ബോർഡർ ഒക്കെ ആയിട്ട് വരും. അതെ, ബോർഡർ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ പൈൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ മുടി കൊയ്യുമല്ലോ, അതിന് ഏറ്റവും പ്രധാനമായിട്ട് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ കാണാൻ. എന്തായാലും ഡോക്ടറെ ഒന്ന് കാണാം. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ഇവിടെ എത്തിയതെന്ന് പറഞ്ഞാല് ശരിക്കും പൈൽസുകാർ കുറെ പേരുണ്ട്, അതുപോലെ തന്നെ ഈ വട്ടത്തിൽ മുടി ഒഴിയുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പൊ നല്ലൊരു സ്ഥലം നമ്മളിവിടെ കണ്ടെത്തിയില്ല, അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞാൻ പഠിച്ചിറങ്ങിയ കാലം മുതലേ സ്കിന്നും ഹെയറും റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്, പിന്നെ ഈ പൈൽസിന് നമുക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. മരുന്നൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക ഇവിടെ തന്നെ ഉണ്ടാക്കും നമ്മള്. ഓ, ശരിക്കും പൈൽസ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു 80-90% ആൾക്കാർക്ക് ഉള്ളതാണ്. കാരണം തെറ്റായിട്ടുള്ള രീതിയിലുള്ള ആഹാരം കഴിപ്പ്, അതുപോലെ തന്നെ നമുക്ക് ഉറക്കമില്ലായ്മ, വൈകിട്ട് കട്ടിയുള്ള ആഹാരം കഴിച്ച്, അങ്ങനെയല്ലേ ഡോക്ടറെ ഈ സാധാരണ ശോധന കമ്മി ആദ്യമായിട്ട് കാണും. പിന്നെ ഇങ്ങനെ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങളാണ് അത്. എല്ലാവരും വയറിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇദ്ദേഹം എന്റെ ഒരു പേഷ്യന്റ് ആയിരുന്നു. അവര് പേര് ആഷിഖ്. സ്ഥലം ശരിക്കും കണ്ണൂർ ജില്ല തലശ്ശേരി. എത്ര വർഷമായി ഇത് വരാൻ തുടങ്ങിയിട്ട്? 4-5 വർഷമായി. ഒരുവിധം പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ കഴിക്കാൻ ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ട് അതിനാണ് ഡോക്ടറെ സമീപിച്ചത്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? കുഴപ്പമില്ല, ഉഷാറിന് ഇപ്പം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആഹാരത്തിൽ ഇതിലെല്ലാം കുഴപ്പമില്ല, ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും ഒരു സമാധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ഡോക്ടറെ കണ്ട സമയത്ത് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഒത്തിരി പ്രശ്നമുള്ള ഒരു സംഭവമാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് നല്ല പരിഹാരം ഇവിടെ ഉള്ളത്. ഡോക്ടറെ ഇത് നമ്മുടെ ഒരു പേഷ്യന്റ് ആണ്. ഇവർക്ക് വട്ടത്തിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഈ സൈഡിലൂടെ ഇവിടെ ആയിരുന്നു. അപ്പൊ എന്നിട്ട് നമ്മൾ മരുന്നിട്ടിട്ട് മുടിയൊക്കെ വന്നു, കണ്ടോ ഇത്രയും നീളം വന്നു. അത് കഴിഞ്ഞിട്ട് ആ വട്ടത്തിൽ പോയത് വീണ്ടും വന്നതാണത്. ചേച്ചി ഇപ്പൊ എത്ര വർഷമായി? ഇത് 3 വർഷമൊക്കെ ആയി മുടി പോവല് തുടങ്ങിയിട്ട്. 3 വർഷമായി. ഇവിടെ വന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവിടെ വന്നിട്ട് നല്ല മാറ്റമുണ്ട്. ചേച്ചി പറയാതെ തന്നെ അറിയാൻ പറ്റും, നല്ല വ്യത്യാസമുണ്ട്. ഡോക്ടർ ഇദ്ദേഹത്തിന് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു ഇതുമാതിരി. പിന്നെ നമ്മൾ മെഡിസിൻ ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഇയാൾക്ക് മുടി വളർന്നു. അപ്പൊ അതാ കണ്ടോ, മുടിയൊക്കെ വലുതായി. ഇനി നവയെ മുടി വരുത്തി കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു മുടി തിക്ക് കൂട്ടാനൊക്കെയാണ് അദ്ദേഹം വരുന്നത്. പേരെന്തായിരുന്നു? ഷുഹൈബ്. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം മുടി? എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം അങ്ങോട്ട് വരുമ്പോ ഒരു മുടി പോലും ഉണ്ടായിരുന്നില്ല. ഒരു മുടിയില്ല, ഒരു ശകലം പോലും മുടിയില്ല. ഇപ്പോഴേ കുഴപ്പമില്ല, നേരിട്ട് കാണാൻ ധൈര്യമുണ്ടോ? ഇപ്പൊ തന്നെ ഇയാൾക്ക് പിന്നെ ഇടാൻ പറ്റും, ആ രീതിയിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഉമ്മയാണ് കൊണ്ടുവന്നേക്കണത്. ആദ്യം കൊണ്ടുവന്നത് ഉമ്മയുടെ ഉമ്മ. അപ്പൊ വന്നിട്ട് എന്നോട് ചോദിക്കണ്ടായി, മുടി വളരെ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയണ ഒരു സ്റ്റേജിലായിരുന്നു. അപ്പൊ അവര് ചോദിച്ചു ഈ തലയിൽ ഒരു മുടിയെങ്കിലും എനിക്ക് വരുത്തി തരുമെന്നാണ് ചോദിച്ചത്. ഒരു മുടിയെങ്കിലും വരുത്തി തരുമോ എന്ന് ചോദിച്ച തലയാണ് ഈ കാണുന്നത്. ഇപ്പൊ പിന്നി വെക്കാൻ പറ്റും. പേരെന്തായിരുന്നു? സുഭാഷ്. സ്ഥലം വളാഞ്ചേരി. എന്തായിട്ടാ ഇവിടെ വന്നേ? ഞാന് വട്ടത്തിൽ മുടി കൊഴിച്ചില് ഇവിടെ എല്ലാം ഉണ്ട്. അങ്ങനെ ഇവിടൊക്കെ ബാക്കിലൊക്കെ നല്ല പോയായിരുന്നു, മൊത്തം പോയായിരുന്നു. ഇവിടെ വരുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇത് കാണാനുണ്ട്, പറയാനൊന്നുമില്ല. എങ്ങനെ വന്നതാ ഇവിടെ? എങ്ങനെ വന്നതാ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അങ്ങനെ, അതിന് മുന്നേ എനിക്ക് 4 വർഷം മുന്നേ തുടങ്ങിയതാണ്. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് മരുന്നൊക്കെ ഉപയോഗിച്ച് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ വരും, പിന്നെ അത് വളർത്ത് പോകും, അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇവിടേക്ക് അന്ന് വന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് മാറ്റിത്തരാം എന്ന രീതിയിൽ സംസാരിച്ച് മാറ്റിത്തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു കോൺഫിഡൻറ്റ് വന്ന് ഡോക്ടർ പറഞ്ഞിങ്ങനെ മാറ്റിത്തരാ, പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടുത്തെ മരുന്നും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പത്യം ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. അപ്പൊ ശരിക്കും ഇതെല്ലാം നേർക്കാഴ്ചകളാണ്, അവര് തന്നെ പറയുന്ന അഭിപ്രായങ്ങളായത്. ഇത്രയും കൂടി നല്ലോണം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. ഇതിങ്ങനെ മുടി പാച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഫില്ലായി വന്നതാ. പക്ഷെ എന്നാലും നമുക്ക് അവിടെ ആയിട്ടില്ല. എത്ര നാളായി ഇദ്ദേഹം വരാൻ തുടങ്ങിയിട്ട്? കുറച്ചായിട്ടുണ്ട്. ഈ സൈഡൊന്നും ഇല്ല. പക്ഷെ പാച്ച് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ അങ്ങനെ ഹെയർ ഉണ്ട്, നൈസായിട്ട് ഹെയർ ഉണ്ട്.
ഇവിടെ അടുത്തില്ലാത്ത കാരണേ വരാൻ പറ്റിയിരുന്നില്ല. ഇതിങ്ങനെ വരാൻ കാര്യം എന്താ? ഒരു സ്ട്രെസ് ഒരു കാരണമാണത്. ഞാൻ പറഞ്ഞില്ലേ കൗൺസിലിംഗ് നിർബന്ധമുണ്ട് ഇവർക്ക്. എന്നും വരണോ ഇല്ലയോ? വേണ്ട, ആഴ്ചയിൽ ഒരിക്കല്. പിന്നെ മുടി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോ, പിന്നെ മന്ത്ലി വൺസ്, 3 മന്ത് കൂടുമ്പോ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെയാണ്. ഡോക്ടർ ഇത് എനിക്ക് ഇന്ന് ഫസ്റ്റ് പേഷ്യന്റ് ആണ്, ആദ്യമായിട്ട് വരുന്ന പേഷ്യന്റ്. സ്ഥലം എനിക്ക് തോന്നുന്നത് നോർത്താണ്, ഹിന്ദിയാണ് ആള്. ഇതൊക്കെ അറിഞ്ഞു കേട്ട് വരുന്നതാ. ഇതേപോലെ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയും, പാച്ച് ആയിട്ട് പോകുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റിയാ. ആൾക്കാരത് പുഴുക്കടി അങ്ങനെയാന്നൊക്കെ വിചാരിക്കും. ഇത് അങ്ങനെയല്ല, നമ്മുടെ തലയിലത്തെ രോമക്കുത്തുകളെ നമ്മുടെ ശരീരം തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിന് കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവര് അത് നമ്മൾ നോർമലൈസ് ചെയ്യാൻ കൊടുക്കും. ഒരു 5 പ്രിൻസിപ്പിളിലാണ് ട്രീറ്റ്മെന്റ്. ഇന്റേണലി മെഡിസിൻ കൊടുക്കും, പിന്നെ എക്സ്റ്റേണൽ പ്യൂരിഫിക്കേഷൻ, ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ, എക്സ്റ്റേണൽ പ്യൂരിഫിക്കേഷൻ. ഇത് ആയുർവേദത്തിലുള്ള ഒരു പ്രിൻസിപ്പിളാണ്. പിന്നെ എന്ന് പറയുന്നത് ഇന്റേണലി നമ്മൾ ഈ ഫോളിക്കിൾസ് ഓപ്പൺ ചെയ്യാൻ, അവർക്ക് ഈ രോമക്കുത്ത് ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ടുണ്ടാവും, എന്നിട്ട് ഇവിടെ പ്ലെയിൻ ആവും ഈ വട്ടത്തിൽ ആ പോയ ഭാഗത്ത്. അപ്പൊ അവിടെ രോമക്കുത്ത് തുറക്കാനുള്ള പ്രിൻസിപ്പിൾ ചെയ്യും. അതാണ് നമ്മൾ ഒരു തലപൊതിച്ചിൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിളിൽ ചെയ്യുന്നത്. അപ്പൊ അത് എന്താ നമ്മൾ ചെയ്യാച്ചാൽ വീക്ക്ലി വൺസ് ആയിട്ട് അവർക്ക് അത് ചെയ്തു കൊടുക്കും. ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് തുറക്കാനുള്ള പ്രിൻസിപ്പിൾ ചെയ്യും. പിന്നെ ഇവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പൊ അതിന് ഇവർക്ക് കൗൺസിലിംഗ് ഉണ്ടാവും. അതിന്റെ കൗൺസിലിംഗ് കൊടുക്കണം അതിന്റെ കൂടെ. പിന്നെ എന്താന്ന് പറയുന്ന ഫുഡ് റെഗുലേഷൻസ് പറയും. ഇവർക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടും, ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. പ്രശ്നമാണ്. അപ്പൊ നമ്മൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാം അവർ ചില ഫുഡ് വളരെ കുറെ കഴിക്കുന്നുണ്ടാവും, ചിലത് അവർ കഴിക്കൂല. അപ്പൊ അതൊന്ന് റെഗുലേറ്റ് ചെയ്ത് അവരെയൊന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എത്ര വർഷമായി ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രാക്ടീസിൽ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഒരു 10 years above ആയി. 10 വർഷമായി. എന്റെ അമ്മ അതിന്റെ മുന്നേ പ്രാക്ടീസിലുണ്ടായിരുന്നു. മാത്രമല്ല ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന്റെ കോട്ടയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതലും ആയുർവേദ ഹോസ്പിറ്റലുകളുള്ള സ്ഥലം ഇവിടെ തന്നെയാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ളൊരു മഹത്വം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. സന്തോഷം. നമ്മളിപ്പോ ക്ലിനിക്കൊക്കെ കണ്ടു നമുക്ക് മരുന്നുണ്ടാക്കുന്നത് കാണാം. മരുന്നുണ്ടാക്കുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താ അറിയോ? മരുന്നുണ്ടാക്കിയാണ് ചികിത്സിക്കുന്നത്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്ക് പല കടകളിലും സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിക്കുന്ന മരുന്നിന്റെ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇത് കണ്ടോ, ഇതിപ്പോ ഇവിടെ തന്നെ മരുന്നുണ്ടാക്കിയിട്ടാണ്. എന്തൊക്കെ മരുന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്? ഇവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് ഹെയർ റിലേറ്റഡ് ഇഷ്യൂസിന് മെഡിസിൻ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ബേബി ഓയിൽ ആണ്, സ്പെഷ്യൽ ബേബി ഓയിൽ വരുന്നുണ്ട്. അതിപ്പോ ഒരു ദിവസം പ്രായമുള്ള കുട്ടികൾ മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തേക്കാൻ തരത്തിലുള്ള ബേബി ഓയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഡോക്ടറെ, ഈ 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് എന്തെണ്ണയാണ് ഉപയോഗിക്കുന്നത്? 10 വയസ്സ് കഴിഞ്ഞുള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ നാൽപ്പാമരാതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഓയിലുണ്ട്. അതിപ്പോ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കും ആണെങ്കിലും നമുക്ക് ഓയിലുണ്ട്. രണ്ടുപേർക്കും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓയിലിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്തുവാ എന്ന് വെച്ചാൽ ആയുർവേദത്തിൽ നമ്മൾ ആചാര്യം പറഞ്ഞിട്ടുണ്ട് പണ്ട് തന്നെ. ഈ എണ്ണ തേച്ച് കുളിക്കുന്നതിന്റെ പ്രത്യേകത, എങ്ങനെ കുളിക്കണം, ആര് കുളിക്കണം, എപ്പോൾ കുളിക്കണം, ആരൊക്കെ കുളിക്കാൻ പാടില്ല എണ്ണ തേച്ച്. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല, എണ്ണ പോലും തേക്കുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ മരുന്നൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടർ അമ്മയുണ്ട്, പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഈ മരുന്നുകളെല്ലാം ഉണ്ടാക്കുന്നത്. സന്തോഷമായിട്ടാണ് നമുക്ക് എണ്ണ ഉണ്ടാക്കുന്നത് കാണാം. നമുക്ക് കാണാം. ഡോക്ടർ, ഇതെന്തോ ഇപ്പൊ ചെയ്യുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞ ബേബി ഓയിൽ. നമ്മുടെ ബേബി ഓയിൽ ഇതിപ്പോ നമ്മൾ കഷായം വെച്ചിട്ട് 1:4:16 റേഷ്യോ ഉണ്ട് നമുക്ക്. അതായത് പണ്ട് എങ്ങനെയാണോ നമ്മൾ എണ്ണ ഉണ്ടാക്കേണ്ടത് എന്നുള്ള വിധിയാണത്. അങ്ങനെ ഒരു ഇതിലാണ് അതിലുണ്ടാക്കുന്ന. ഇപ്പൊ നമ്മൾ എണ്ണ ചേർത്തു ഇതിലെന്താ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോ നമ്മള് വെന്ത വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കുട്ടികൾക്കാകുമ്പോ നമ്മുടെ പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. അപ്പൊ ഉരുക്ക് വെളിച്ചെണ്ണ സാധാരണ രീതിയിൽ തേക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് വലിയ കാര്യമാണ്. കാരണം ഉരുക്ക് വെളിച്ചെണ്ണ നമുക്ക് എവിടെ തേച്ചാലും മുലപ്പാല് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് കുടിക്കാൻ പറ്റുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിലാണ് ഉണ്ടാക്കുന്നത്. ഈ സാധനം എന്തുവാ? അത് കഷായമാണ്. കഷായം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെന്തുവാ? ഇതാണ് നമ്മുടെ സ്പെഷ്യൽ നാൽപ്പാമരാതി. മുമ്പേ പറഞ്ഞത് 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള നാൽപ്പാമരം. ഇതിപ്പോ നമ്മൾ മരുന്ന് ഒഴിച്ചു അത് ചേർത്തിട്ട് ഇനി കഷായമാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. അടുത്ത കഷായം ഒഴിക്കാൻ പോകുന്നത്. ഇത് കഷായം പ്രത്യേകം ഉണ്ടാക്കിയത് വീണ്ടും ഒഴിക്കാം. ഇത് കണ്ടോ, അഞ്ജനക്കല്ലാണ്. പണ്ട് നമ്മളെ പാട്ട് വരെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഒറിജിനലായിട്ട് ചേരുന്നതിന്റെ ഗുണമുണ്ടല്ലോ മരുന്നിന്. ഇത് അഞ്ജനക്കല്ല്, ഇത് പച്ചക്കർപ്പൂരം, പിന്നെ ഇത് ത്രിഫല, ഇത് കൊട്ടം, കുന്നി, ഇരട്ടിമധുരം, കുന്നി, രാമച്ചം,
കരിഞ്ജീരകം. ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ മിക്സ്. അപ്പൊ എത്ര കൂട്ടാണ് ഈ ഒരു 26 കൂട്ട് മരുന്ന് 26 കൂട്ട് മരുന്നാ ചേരുന്നത്. അതെല്ലാം ഈ കൈ കൊണ്ടൊക്കെ ചെയ്ത് ഇടിച്ച് പൊടിച്ചുണ്ടാക്കുന്നതാണ് അല്ലയോ? അപ്പൊ അതാണ് ഈ മരുന്നിന്റെ ഇവിടുത്തെ ഈ ഡോക്ടർ കൊടുക്കുന്നതിന്റെ മരുന്നിന്റെ ഗുണം. ബേബി ഓയിൽ എന്ന് പറഞ്ഞ മാതിരി കുട്ടികൾക്ക് എഴുതാൻ തന്നെ നമ്മൾ കൺമഷി ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഒരു കണ്ടന്റ് ആണ് അഞ്ജനക്കല്ല്. ഓ ശരി ശരി. അതിന്റെ ബാക്കി സാധനങ്ങൾ ചേർത്തിട്ട് കൺമഷി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ തിരി ഉണ്ടാക്കിയിട്ട് അത് കത്തിച്ചിട്ട് അതിന് കരി ചേരണ്ടിയിട്ട് നമ്മൾ ഇതിൽ അഞ്ജനക്കല്ലും കർപ്പൂരവും ചേർത്തിട്ട് യഥാർത്ഥമായിട്ടുള്ള കൺമഷി പണ്ട് എങ്ങനെയാണോ കൺമഷി പറഞ്ഞിരുന്നത് അങ്ങനത്തെ രീതിയിൽ കൺമഷി ഉണ്ട് നമുക്ക്. ഇദ്ദേഹമാണ് എന്റെ ബാക്ക് ബോൺ, ഫുൾ സപ്പോർട്ടർ. ഹസ്ബൻഡാണ്. എല്ലാ സപ്പോർട്ടുകളും ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ മാത്രമല്ല ഫാമിലി എല്ലാം സപ്പോർട്ടാ. തീർച്ചയായിട്ടും ഈ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ട്. മരുന്നുണ്ടാക്കലായാലും പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ തന്നെയല്ലേ. അപ്പൊ എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരാണ്. ഡോക്ടർ, ഈ പൈൽസിന് എങ്ങനെയാ മരുന്ന് കൊടുക്കുന്നത്? പൈൽസിന് നമ്മളൊരു ലേഹിയാണ് കൊടുക്കുന്നത്. അതൊരു 4 പ്രാവശ്യമായിട്ട് കഴിച്ചാൽ മതി. 4 പ്രാവശ്യം മതി, അത്രേ വേണ്ടുള്ളൂ. പിന്നെ ഇന്റേണലി നമ്മൾ പരട്ടാൻ ഒരു ഓയിലും കൊടുക്കും. ഏതൊക്കെ സമയമാണ് കഴിക്കുന്നത്? അതെങ്ങനെയാ വെച്ചാൽ ഇന്ന് രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, പിന്നെ നാളെ രാവിലെ. അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ദിവസം പിറ്റേന്ന് രാവിലെ കൂടെ ആയി കഴിഞ്ഞാൽ ഓക്കെയാ, കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് റെഗുലേഷൻസ് പറയും. ഈസ്റ്റ് ചേർന്നത്, മൈദ, ചിക്കന്റെ ഗ്രേവി തീരെ പാടില്ല. അങ്ങനെ കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്. ആ ദിവസത്തെ ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് അത്രേ ഉള്ളൂ. ഡോക്ടർ, ഇവിടെ നമുക്ക് എന്തൊക്കെ ഓയിലാ ഉള്ളത്? നമുക്ക് 3 തരത്തിലുള്ള ഓയിലാണ്. ഇത് നമ്മുടെ സ്പെഷ്യൽ നാൽപ്പാമരാതി. ഇത് നമ്മുടെ നീലികാതി, ഹെയർ റിലേറ്റഡ് ഇഷ്യൂസ്, ഡാൻഡ്രഫ്, ഹെയർ ഫോള്, പിന്നെ പ്രീമച്വർ ഗ്രേയിങ്, നേരത്തെ കൂട്ടി നര ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള പേഷ്യൻസിന് ഉപയോഗിക്കാനാണ്. അടുത്തത് ഇതെന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഉള്ളത് ഒരു ബേബി ഓയിലാണ്. അപ്പൊ അത് ബേബി ഓയിൽ. അപ്പൊ ഇതിപ്പോഴേ ഇത് നമ്മുടെ ഈ പ്രേക്ഷകർ ഇതൊക്കെ കണ്ടിട്ട് ഇത് ആവശ്യമുള്ളവർക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളതിനെ കോണ്ടാക്ട് ചെയ്യാം. ഓൺലൈനായിട്ട് ഞാനത് അയച്ചു കൊടുക്കുന്നു. ഇദ്ദേഹം ഞാൻ പഠിച്ചിറങ്ങിയ കോളേജില് പൂമുള്ളി നാരായണ നമ്പൂതിരി സാറാണ്. നമ്മുടെ നാട്ടിലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൂമുള്ളി മനാന്ന്. അവിടുത്തെ 6-ാം തമ്പുരാൻ സിനിമ, നമ്മൾ 6-ാം തമ്പുരാൻ സിനിമ കണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇവിടെ. അപ്പം സാറിനോട് ചോദിക്കാം. സാറേ, സിനിമയായിട്ട് ബന്ധമുണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ കുറെ കാലമായിട്ട് ഉള്ളൊരു തറവാടാണ്. എൻ്റെ തറവാട് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ. ഞങ്ങളെ ക്ഷേത്രമാണ് ഇവിടെ. ഈ കുട്ടിയെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ, എൻ്റെ അച്ഛൻ പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ മെമ്മോറിയലായിട്ടൊരു കോളേജ് ചെറുതുരുത്തിയിലുണ്ട്. അത് ആദ്യത്തെ കാലത്തൊക്കെ ഞാൻ അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിന്ന് റിട്ടയർ ചെയ്ത് പോരുക ചെയ്ത്. അത് 2007 ആ ആയുർവേദ കോളേജ് ചെറുതുരുത്തിയിൽ തുടങ്ങിയത്. ആദ്യത്തെ ബാച്ചിൽ ഡോക്ടർ സുദിന, ഈ കുട്ടി ആദ്യത്തെ ബാച്ചിന് അവിടുന്ന് നന്നായിട്ട് പാസ്സായതാണ്. ഇപ്പോൾ 10 കൊല്ലത്തെ മെഡിക്കൽ പ്രാക്ടീസായി. ഈ നാട്ടിൽ തന്നെയാണ് ഇന്നും ഭരതൻ എന്നാണ് അച്ഛൻ്റെ പേര്. അയാൾ എൻ്റെ ഒരു സുഹൃത്താണ്. അയാളുടെ മകളാണ് ഈ കുട്ടി. അപ്പം ഈ തൃത്താലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തൃത്താല ഈ ഫർക്കയിൽ, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നത് ആയുർവേദ സ്ഥാപനങ്ങളുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസി ആവും തൃത്താല. അവിടെ മരുന്ന് നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്, ആയുർവേദ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഒരു ആയുർവേദ കോളേജും ഉണ്ട്, അഷ്ടാംഗം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആയുർവേദത്തോടു കൂടി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നാടാണ് പറച്ചിപ്പറ്റ പന്തീർകുലത്തിൻ്റെ നാട് ആയിട്ടുള്ള ഞങ്ങളുടെ തൃത്താല. അപ്പോൾ അവിടെ തന്നെ ഈ കുട്ടി പ്രാക്ടീസ് ചെയ്യണതിന് ഞാൻ എൻ്റെ ആശംസകളും സന്തോഷങ്ങളൊക്കെ അറിയിക്കുന്നു. നന്ദി. ഈ സ്ഥാപനം അല്ലാതെ വേറെ സ്ഥാപനം ഉണ്ടോ? ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പ്രാക്ടീസ് ഉണ്ട്. പിന്നെ നമുക്ക് ചെന്നൈയിൽ മന്ത്ലി വൺസ് ചെന്നൈയിലുണ്ട്. പിന്നെ ദുബായിൽ നമുക്ക് അങ്ങനെ ദുബൈയിലും പോകാറുണ്ട്. മാത്രമല്ല ഇപ്പം ഇവിടെ വരേണ്ടത് എങ്ങനെയാ? വരേണ്ടത് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് ഈ ഏരിയ. വാവനൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്. പാലക്കാട് ജില്ലയിൽ വാവനൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓപ്പോസിറ്റ് ഒരു സ്കൂളുണ്ട്, ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് മാത്രമല്ല ഏതൊക്കെ ദിവസമാണ് ഇവിടെ ഉള്ളത്? എനിക്ക് നേരത്തെ കൂട്ടിയിട്ട് വിളിച്ച് പറയണം വരുന്ന ആൾക്കാരെ, കാരണം ബുക്കിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പൊ ഇതിനകത്ത് നമ്പർ കൊടുക്കും. ആ നമ്പർ ഇതിനകത്ത് നമ്പർ തരുന്നുണ്ട്. ആ നമ്പർ വിളിച്ചിട്ട് ഡോക്ടറെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി.